നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഞാൻ ഭക്ഷണം കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷേ ഒരു വലിയ ഹോട്ടലായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവിടെ കയറി ഞാൻ പൊറോട്ടയും കറിയും കഴിച്ചു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് സാധാരണ ഹോട്ടലുകളെ വെച്ച് നേരെ ഇരട്ടി പൈസയാണ് അവിടെ ഈടാക്കുന്നത്. ഭക്ഷണം ഈ പറയുന്നത്ര വലിയ ഗുണമൊന്നും ഇല്ല താനും. ഇപ്പം നമ്മൾ ചില തട്ടുകടയിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചാൽ നല്ല ടേസ്റ്റി ഭക്ഷണം കിട്ടും. പക്ഷെ തട്ടുകടയിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇവിടെയും ചൊറിഞ്ഞും മാന്തിയും കുളിക്കാണ്ടും ഒക്കെയാണ് ഭക്ഷണം കൊണ്ട് തരുള്ളൂ. അതുകൊണ്ട് ഈ തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് വളരെ വിഷമിപ്പിക്കുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലുണ്ട്, തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, തുണ്ടി 5 സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും അവൈലബിളാണ്. ഇപ്പം ഞാൻ അവിടെ കയറി ഒരു പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. ഇപ്പോൾ എനിക്ക് ബില്ല് വന്നത് 78 രൂപയാണ്. പക്ഷേ 78 രൂപയുടെ ഒരു കണക്കല്ല ഞാൻ പറയുന്നത്. എന്നാലും ഞാൻ പറയുകയാണ്, ഈ മലയോരത്ത് ഇങ്ങനെ മനുഷ്യനെ അറക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ അവസ്ഥയല്ല. അപ്പോൾ ഇങ്ങനെ അറുത്ത് പിടിച്ചിട്ടാണ് ഇങ്ങനെയൊരു ആൾക്കാർ പള്ളിയിലൊക്കെ 10,000, 15,000, 20,000 പേർക്ക് ബിരിയാണി കൊടുക്കുന്നതും വീട് വെച്ച് കൊടുക്കുന്നതും മറ്റ് അച്ഛന്മാർക്ക് ലോകം മേടിച്ചു കൊടുക്കുന്നതും അച്ഛന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഭാഗത്തുകൂടെ പിഴിയും, ഒരു ഭാഗത്തൂടെ അല്ല അറക്കും, അല്ലെങ്കിൽ കൊള്ള ലാഭം ഉണ്ടാക്കുക. എന്നിട്ടാണ് ആത്മീയതയുള്ള സ്ഥലങ്ങളിൽ, ദേവാലയങ്ങളിലും അമ്പലങ്ങളിലൊക്കെ ഒരുപാട് കുടഞ്ഞിട്ട് കൊടുക്കും. അതിൻ്റെ കാരണം ഇതാണ്, ഇവർ ശരിക്കും അധ്വാനിച്ചിട്ടോ അല്ലെങ്കിൽ വേർത്തിട്ടോ ഉണ്ടാക്കുന്നതല്ല. ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ കൊള്ളയടിച്ചിട്ട് പാവപ്പെട്ടവരെയാണ് ശരിക്കും ഇതിനകത്ത് വീഴുക. അവരെ കൊള്ളയടിച്ചിട്ട് പിന്നെ ഒരു ഭാഗത്ത് ദാനധർമ്മം ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നന്മയുള്ളത്. നേരെ മറിച്ച് ഈ കൊള്ള നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് ന്യായമായ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവന് അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് മാറും, ഇല്ലേ? ഇപ്പം ഞാൻ പറയുന്ന ഈ വീഡിയോസൊക്കെ, എനിക്ക് യൂട്യൂബ് വീഡിയോ ഉണ്ട്, ഷാ ഉളിക്കൽ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു ഭാഗത്തൂടെ കൊള്ളയടിക്കുക, അതായത് അമിത ലാഭം ഉണ്ടാക്കുക. ഇത് സ്റ്റാർ ഹോട്ടലൊന്നും അല്ലല്ലോ, 3 സ്റ്റാറോ 4 സ്റ്റാറൊന്നും അല്ല. ഭീമമായ വിലയാണ് 5 സ്റ്റാർ ഹോട്ടലിൽ ഈടാക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല നിങ്ങൾ പോയിട്ട് തുണ്ടിയിൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു.